കോവാലന്റ് ബോണ്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു ടോപ്പിക്കാണ്, ചെറിയൊരു ടോപ്പിക്കാണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കോവാലന്റ് കോമ്പൗണ്ടുകളെ പഠിച്ചില്ലേ? H2, Cl2, F2, O2 അങ്ങനെ കുറേ ആൾക്കാർ. പിന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആറ്റങ്ങൾക്കിടയിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റങ്ങൾക്കിടയിലോ H2O, HCl അങ്ങനെ കുറേ ആൾക്കാർ പഠിച്ചു അല്ലേ? ഇനി നിങ്ങൾ ഈ H2ന്റെ കേസിലേക്ക് വാ. ഹൈഡ്രജൻ H2 മോളിക്യൂൾ, അവിടെ എന്താ സംഭവം? ഹൈഡ്രജൻ ആറ്റങ്ങൾക്കിടയിൽ ഒരു സിംഗിൾ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്തതല്ലേ? അല്ലേ? നമ്മളിപ്പോ പറഞ്ഞിട്ടുണ്ട് ഷെയർഡ് ഇലക്ട്രോൺ ആക്ച്വലി ഒരാൾക്ക് മാത്രമുള്ളതല്ല, രണ്ടു പേർക്കുള്ളതാണ്. ഇപ്പൊ ഈ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ തമ്മിൽ രണ്ട് ഇലക്ട്രോണുകളെ ഷെയർ ചെയ്തില്ലേ? അതായത് ഒരു ഇലക്ട്രോൺ പെയറിന്, ആ ഒരു ഇലക്ട്രോൺ പെയർ ഒരാൾ ഹൈഡ്രജൻ ആറ്റത്തിന് മാത്രം സ്വന്തമാണോ? അല്ല, മറ്റേ ആൾക്കും സ്വന്തമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്ന അറിയാവോ? ഈ ഇലക്ട്രോൺ പെയറുകളെ ഇതിന്റെ ന്യൂക്ലിയസ് ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും, അതിന്റെ ന്യൂക്ലിയസ് അങ്ങോട്ടും അട്രാക്ട് ചെയ്യും. സാധാരണ ഹൈഡ്രജൻ ഒറ്റയ്ക്ക് ഉണ്ടാകുമ്പോൾ അതിന്റെ ഈ ഒരു ഇലക്ട്രോണിനെ ഇതിന്റെ ന്യൂക്ലിയസ് മാത്രമാണ് അട്രാക്ട് ചെയ്യുന്നത്, അല്ലേ? അതേസമയം ഇത് വേറൊരാളുമായിട്ട് ഷെയർ ചെയ്താൽ ആ രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസും അതാത് ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യും. അതായത് ഇതിന്റെ ന്യൂക്ലിയസ്, ഇതിന്റെ ഈ രണ്ട് ഇലക്ട്രോണുകൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും, ഇങ്ങോട്ട് വലിക്കും. ഈ രണ്ട് ഇലക്ട്രോണുകൾ ഇതിന്റെ ന്യൂക്ലിയസ് ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിടിച്ചു വലിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നു. ഷെയർഡ് ഇലക്ട്രോണുകളെ ഈ രണ്ട് ആറ്റങ്ങൾ പരസ്പരം അട്രാക്ട് ചെയ്യുന്നു, പിടിച്ചു വലിക്കുന്നു. ഇനി അതേപോലെ ക്ലോറിൻ സിംഗിൾ ബോണ്ട് ആണല്ലോ, ആ ക്ലോറിനിലെ ഷെയർഡ് ഇലക്ട്രോണുകളെ രണ്ടാറ്റങ്ങൾ ഇങ്ങോട്ടും വലിക്കുന്നു, അങ്ങോട്ടും വലിക്കുന്നു. അതേപോലെ ഓക്സിജനിൽ O2 ഡബിൾ ബോണ്ട് ആണല്ലോ, ഈ രണ്ട് ഇലക്ട്രോൺ പെയറുകളെ ഇതിന്റെ ന്യൂക്ലിയസ് ഇങ്ങോട്ടും അതിന്റെ ന്യൂക്ലിയസ് അങ്ങോട്ടും പിടിച്ചു വലിക്കുന്നുണ്ട്. HCl സിംഗിൾ ബോണ്ട് ആണല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഇലക്ട്രോൺ പെയറുകളെ ഹൈഡ്രജൻ ഇങ്ങോട്ടും ക്ലോറിൻ അങ്ങോട്ടും വലിക്കുന്നുണ്ട്. അതായത് ഒരു കോവാലന്റ് കോമ്പൗണ്ട് ഫോം ചെയ്താൽ അതിലെ ആറ്റങ്ങൾ ഷെയർ ചെയ്തിട്ടുള്ള ഇലക്ട്രോണുകളെ പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. സ്വന്തം ഇലക്ട്രോണിനെ മാത്രമല്ല, ഷെയർ ചെയ്ത ഇലക്ട്രോണിനെയും അവർ അട്രാക്ട് ചെയ്യുന്നു. സാധാരണ ഒരു ആറ്റം അതിൻ്റെ ഇലക്ട്രോണുകളെല്ലാം അട്രാക്ട് ചെയ്യാറ് പതിവ്. ഇവിടെ എന്താണ്, അവർ കോവാലന്റ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആ ഷെയർ ചെയ്ത ഇലക്ട്രോണുകളെ കൂടി അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കോവാലന്റ് കോമ്പൗണ്ടിലെ ഷെയർഡ് ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യാനുള്ള അതാത് ആറ്റങ്ങളുടെ കഴിവിന് പറഞ്ഞ പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. എന്നാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പൊ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി? എബിലിറ്റി ഓഫ് ആൻ ആറ്റം ടു അട്രാക്ട് ദി ഷെയർഡ് ഇലക്ട്രോൺസ്. പങ്കുവച്ച ഇലക്ട്രോണുകൾ അട്രാക്ട് ചെയ്യാനുള്ള ആറ്റങ്ങളുടെ കഴിവാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി. മനസ്സിലാക്കണം. ഇനിയാണ് സംഭവം. എല്ലാവർക്കും അങ്ങനെയുള്ള കഴിവുണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരുപോലെയല്ല. ചില ആൾക്കാർ മെല്ലെ വയ്ക്കും, ചില ആൾക്കാർ സ്ട്രോങ് ആയിട്ട് വയ്ക്കും. അതായത് ഇലക്ട്രോനെഗറ്റിവിറ്റി എല്ലാവർക്കും ഒരുപോലെയല്ല. ഷെയർഡ് ഇലക്ട്രോണുകളെ പിടിച്ചു വലിക്കാനുള്ള കഴിവ് എല്ലാ ആറ്റങ്ങൾക്കും ഒരുപോലെയല്ല, വ്യത്യാസമുണ്ട്. അപ്പൊ ആർക്കാണ് കൂടുതൽ, ആർക്കാണ് കുറവ് എന്ന് കമ്പയർ ചെയ്യണം, വേണ്ടേ? അങ്ങനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് നോക്കണം. ഹൈഡ്രജനിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്, ക്ലോറിൻ ഒന്നുണ്ട്, ഓക്സിജനും ഉണ്ട്, നൈട്രജനും ഉണ്ട്. എല്ലാ ആറ്റങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. അതായത് ഷെയർഡ് ഇലക്ട്രോണുകൾ പിടിച്ചു വലിക്കാനുള്ള കഴിവുണ്ട്, പക്ഷെ എല്ലാവർക്കും ഒരുപോലെയല്ല. അപ്പൊ ആർക്കാണ് വലുത്, ആർക്കാണ് കുറവ് എന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിലുണ്ട്. ആ സ്കെയിലിന്റെ പേരാണ് പോളിംഗ് സ്കെയിൽ. എന്നാണ് പോളിംഗ് സ്കെയിൽ. ഇത് ആവിഷ്കരിച്ച ആളാണ്, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ് ലിനസ് പോളിംഗ്. ആരാണ്? ലിനസ് പോളിംഗ്. ഓക്കെ, അപ്പൊ ലിനസ് പോളിംഗിന്റെ പോളിംഗ് സ്കെയില് എന്താണ് പറയുന്നത് നോക്കാം.
ഓക്കെ, എന്താണ് പോളിംഗ് സ്കെയിൽ? പോളിംഗ് സ്കെയിൽ ഇസ് ദി സ്കെയിൽ യൂസ്ഡ് ടു കമ്പയർ ദി ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് ഓഫ് ആറ്റംസ്. അപ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി ആദ്യം മനസ്സിലാക്കണം. ഇലക്ട്രോണുകളെ പിടിച്ചു വലിക്കാനുള്ള ആറ്റങ്ങളുടെ കഴിവ്. ഏത് ഇലക്ട്രോണുകളെ? സ്വന്തം ഇലക്ട്രോണുകളെയാണോ? അല്ല, ഷെയർഡ് ഇലക്ട്രോണുകളെ. അതെല്ലാവർക്കും ഒരുപോലെയാണോ? അല്ല, വ്യത്യസ്തമാണ്. അപ്പോൾ അതെങ്ങനെ കമ്പയർ ചെയ്യും? ആ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഉപയോഗിച്ചിട്ട്. ആ സ്കെയിലിൻ്റെ പേരെന്താ? പോളിംഗ് സ്കെയിൽ. ആരാവിഷ്കരിച്ചത്? ലിനസ് പോളിംഗ്. ഈ സ്കെയിലിൽ പോളിംഗ് 0 മുതൽ 4 വരെയുള്ള സംഖ്യകളാണ് ഉപയോഗിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ സംഖ്യ കൊടുത്തു, വെറുതെ കൊടുത്തല്ല, ഒട്ടല്ലോ, ഓരോരുത്തർക്കും ഓരോ വാല്യൂ. അതിൽ 0 മുതൽ 4 വരെയാണ് ഉള്ളത്. അപ്പം ഞാൻ അതിൻ്റെ ആ സ്കെയിലിൻ്റെ ഒരു ഭാഗം കാണിക്കാം. കുഞ്ഞോളെ, ഞാനിപ്പോൾ പീരിയോഡിക് ടേബിളിൻ്റെ ഒരു പോർഷനാണ് അവിടെ തന്നിട്ടുള്ളത്. അതിലെ വ്യത്യസ്ത ആറ്റങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് മാഷ ടേബിളിൽ തന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ അതിൽ ഇതാ ഈ താഴോട്ടുള്ള കോളങ്ങളെ പറഞ്ഞ പേരാണ് ഗ്രൂപ്പ്. നമ്മൾ പിന്നീട് പഠിക്കും ഗ്രൂപ്പ്. ഇങ്ങനെയുള്ള റോസ് ഉണ്ടല്ലോ, ആ റോസിന്റെ പറഞ്ഞ പേരാണ് പീരീഡ്. അപ്പൊ അങ്ങോട്ട് പീരീഡ്, താഴെ ഗ്രൂപ്പ്. നിങ്ങൾ നോക്കിയേ, ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറഞ്ഞുകൊണ്ട് വരുന്നു. 2.2, 0.98, 0.93, 0.8. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി ഗ്രൂപ്പിൽ താഴോട്ട് വരുമ്പോൾ കുറയുന്നു. പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴോ കൂടുന്നു. കണ്ട 0.98, 1.57, 2.04, 2.55, 3.04 കൂടിക്കൊണ്ട് വരും. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു ഇതില് 0 to 4 വരെയുള്ള സംഖ്യകളാണ് കൊടുത്തിട്ടുള്ളത്. 4നേക്കാൾ കൂടുതൽ ആർക്കും ഉണ്ടാവില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ 4, അതാരാണ്? അത് ഫ്ലൂറിനാണ്. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയത്, അതായത് ഷെയർഡ് ഇലക്ട്രോണിനെ അതിശക്തമായിട്ട് പിടിച്ചു വലിക്കാനുള്ള കഴിവാർക്കുണ്ട്? ഫ്ലൂറിനുണ്ട്. ഇങ്ങോട്ട് വരുന്നതോറും ആ കഴിവ് കുറയുന്നു, അങ്ങോട്ട് പോകുന്നതോറും ആ കഴിവ് കൂടുന്നു. ഓക്കെ അല്ലേ? അപ്പൊ എന്താണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പഠിച്ചു. അത് കമ്പയർ ചെയ്യാനുള്ള ടേം എന്താണ്, സ്കെയിൽ എന്താണെന്ന് പഠിച്ചു. അതിൽ ആർക്കാണ് കൂടുതൽ എന്ന് പഠിച്ചു. ഇനി നമ്മൾ പറയാമെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇലക്ട്രോനെഗറ്റിവിറ്റിയും ബോണ്ടിങ്ങിന്റെ നേച്ചറും തമ്മിൽ ബന്ധമുണ്ടോ? രണ്ടുപേര് കമ്പൈൻ ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ സോഡിയവും ക്ലോറിനും കമ്പൈൻ ചെയ്തിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട് അയോണിക് ആണോ കോവാലന്റ് ആണോ? അവർക്കിടയിൽ അയോണിക് ബോണ്ട് ഫോം ചെയ്യുമോ അല്ല കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമോ എന്ന് തീരുമാനിക്കുന്നതിൽ അവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റിക്ക് പങ്കുണ്ട്. എന്തിനറിയോ? നേരെ ശ്രദ്ധിച്ചാണോ? രണ്ട് ആറ്റങ്ങൾ എക്സും വൈ വിചാരിക്കും. രണ്ട് ആറ്റങ്ങളാണ് എക്സും വൈ. അവർ കമ്പൈൻ ചെയ്തിട്ട് XY എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാകുന്നു. ഈ കോമ്പൗണ്ട് അയോണിക് ആണോ അല്ല കോവാലന്റ് ആണോ എന്ന് തീരുമാനിക്കുന്നതിൽ ഇതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസിന് പങ്കുണ്ട്. എന്ന് നോക്കോ, ഈ രണ്ട് ആറ്റങ്ങൾക്ക് ഓരോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ടാവുമല്ലോ. ഇതിൽ ഈ എക്സും വൈ ഇതിന് ആരെങ്കിലും ആവാം. ഇതിനൊരു ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്, ഇതിനൊരു ഇലക്ട്രോനെഗറ്റിവിറ്റി ഉണ്ട്. ഇതിൽ ആരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് വലുത്, അതിൽ നിന്ന് മറ്റേതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി മൈനസ് ചെയ്യുക. അപ്പൊ ഇതാണ് ഇതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി വലുതും ഇതിന്റെ ചെറുതുമാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക. രണ്ടെണ്ണത്തിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് കാണുക. ആ ഡിഫറൻസ് അങ്ങനെ മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ 1.7 അല്ല 1.7നേക്കാൾ കൂടുതലോ ആണെങ്കിൽ അത് അയോണിക് ആയിരിക്കും. എക്സും വൈയും കമ്പൈൻ ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ ട്രാൻസ്ഫർ വഴിയായിരിക്കും. ഒരാൾ ഇലക്ട്രോൺ ലോസ് ചെയ്യും, മറ്റൊരാൾ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യും. എപ്പോൾ ഇവരുടെ ഇലക്ട്രോനെഗറ്റിവിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് 1.7 അല്ലെങ്കിൽ 1.7നേക്കാൾ കൂടുതലോ ആണെങ്കിൽ. അതേസമയം 1.7നേക്കാൾ കുറവാണെങ്കിൽ അത് കോവാലന്റ് ആയിരിക്കും. അതായത് എക്സും വൈയും കമ്പൈൻ ചെയ്യുന്നത് ഇലക്ട്രോണിന്റെ ഷെയറിംഗ് വഴിയായിരിക്കും, ട്രാൻസ്ഫർ വഴിയല്ല. അപ്പൊ എന്താണ് റിലേഷൻ? രണ്ടാറ്റങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റികൾ തമ്മിലുള്ള ഡിഫറൻസ് 1.7 അല്ലെങ്കിൽ 1.7നേക്കാൾ കൂടണം. അങ്ങനെയാണെങ്കിൽ അയോണിക് ആണ്, അതായത് ഇലക്ട്രോൺ ട്രാൻസ്ഫർ വഴിയാണ് ബോണ്ട് ഫോം ചെയ്യുക. അതേസമയം 1.7നേക്കാൾ കുറവാണെങ്കിലോ അയോണിക് അല്ല കോവാലന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന്റെ ഷെയറിംഗ് വഴിയാണ് ഫോം ചെയ്യുക. അതിന് രണ്ട് എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഒരു എക്സാമ്പിൾ, കാർബൺ മോണോക്സൈഡിൽ കാർബൺ മോണോക്സൈഡിൽ കാർബണും ഓക്സിജനുമാണ് ഉള്ളത് അല്ലെ.
കാർബണിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി 2.55, ഓക്സിജന്റെ 3.44. അപ്പൊ ആരോ ഇത് ഓക്സിജൻ. അപ്പൊ ഓക്സിജന്റെ ഇതിൽ നിന്ന് കാർബണിന്റെ മൈനസ് ചെയ്യുക 2.55. ഓക്കെ, അങ്ങനെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 0.89. അതെന്താണ്? അത് 1.7 കുറവാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ബോണ്ട് എന്തായിരിക്കും? ഷുവർ ആയിട്ടും അത് കോവാലന്റ് ആയിരിക്കും. സംശയം വേണ്ട. കാർബൺ മോണോക്സൈഡ് കോവാലന്റ് ആണ്. കാർബണും ഓക്സിജൻ എടുത്ത് ഡബിൾ ബോണ്ട് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് സോഡിയം ക്ലോറൈഡ്. സോഡിയത്തിന് ഞാൻ മുകളിൽ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോഡിയത്തിന്റെ 0.93. എത്രയാ? 0.93. ക്ലോറിന്റെ അവിടെ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളെ. എത്രയാണ്? 3.16. എത്രയാ മൈനസ് ചെയ്താൽ കിട്ടുന്നത്? 2.23. 2.23 എന്നുള്ളത് 1.7 കൂടുതലല്ലേ? അങ്ങനെയാണെങ്കിൽ അയോണിക് ആവണ്ടേ? ഇത് അയോണിക് അല്ലേ? യെസ്, അത് അയോണിക് ആണ്. സോ അയോണിക്. ഇനി ഒന്നുകൂടി മീഥേൻ CH4. കാർബണിന്റെ എത്രയാണ്? 2.55. ഹൈഡ്രജന്റെ എത്രയായിരുന്നു നമ്മൾ നേരത്തെ എഴുതിയത്? ഹൈഡ്രജന്റെ 2.20 അല്ല. മൈനസ് ചെയ്താൽ കിട്ടുന്നത് 0.35. 1.7 കുറവല്ലേ? അയോണിക് ആണോ? അല്ല, കോവാലന്റ് ആണ്. അപ്പോൾ രണ്ട് ആറ്റങ്ങളുടെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? അയോണിക് ആണോ കോവാലന്റ് ആണോ എന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ മനസ്സിലായ സംഗതി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. ഓക്കെ.